റൈസറിൻ്റെ ഇൻസ്ട്രക്ഷണൽ വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ റൈസറിൻ്റെ സ്റ്റാൻഡ് എങ്ങനെയാണ് വടിക്കലത്തിലേക്കും ചരുവത്തിലേക്കും ലോക്ക് ചെയ്യാം എന്ന് കാണാം. റൈസർ സ്റ്റാൻഡിൻ്റെ സൈഡിലുള്ള ഈ ഹോളുകൾ പാത്രത്തിൻ്റെ ഉയരത്തിനനുസരിച്ച് സ്റ്റാൻഡിൻ്റെ ഉയരത്തിനെ ക്രമീകരിക്കാനുള്ളതാണ്. ആദ്യം ചരുവത്തിലേക്ക് എങ്ങനെയാണ് ലോക്ക് ചെയ്യുന്നത് കാണാം. ചരുവത്തിൻ്റെ ഉയരത്തിനേക്കാൾ ഒരല്പം ഉയരം കൂട്ടി വേണം സ്റ്റാൻഡ് ക്രമീകരിക്കാൻ. കാരണം കഞ്ഞിക്കലത്തിൻ്റെ ഭാരം ചരുവത്തിലേക്ക് പോകാതെ സ്റ്റാൻഡ് തന്നെയാണ് ആദ്യം താങ്ങേണ്ടത്. ഇനി എങ്ങനെയാണ് ചരുവത്തിലേക്ക് ലോക്ക് ചെയ്യാമെന്ന് നോക്കാം. സ്റ്റാൻഡിൻ്റെ ഈ ഭാഗം ചരുവത്തിൻ്റെ അകത്തേക്ക് ലോക്ക് ചെയ്ത് വേണം സ്റ്റാൻഡ് വയ്ക്കാൻ. ഇതുപോലെ ആവശ്യത്തിൽ കൂടുതൽ ഉയരമുള്ള പാത്രത്തിലേക്ക് സ്റ്റാൻഡ് സെറ്റ് ചെയ്ത് ചോറ് വാർക്കാൻ ശ്രമിക്കരുത്. ഇനി വടിക്കലത്തിലേക്ക് എങ്ങനെയാണ് സ്റ്റാൻഡ് ലോക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. വടിക്കലത്തിൻ്റെ ഉയരത്തിനനുസരിച്ച് സ്റ്റാൻഡിനെ ക്രമീകരിച്ചതിന് ശേഷം സ്റ്റാൻഡിൻ്റെ ഈ കുഴിവുള്ള ഭാഗം വടിക്കലത്തിൻ്റെ മുകളിലേക്ക് വെച്ച് ലോക്ക് ചെയ്യാം. വടിക്കലത്തിൽ ലോക്ക് ചെയ്യുമ്പോൾ സ്റ്റാൻഡിൻ്റെ മുകൾ ഭാഗം വടിക്കലത്തിൽ സപ്പോർട്ട് ആവുന്നതുകൊണ്ട് മുമ്പിലുള്ള ഈ കാലുകൾ താഴെ ഉറക്കേണ്ട ആവശ്യമില്ല. ഇനിയാണ് റൈസർ ഷീൽഡ് കലത്തിൽ ഘടിപ്പിക്കുന്നത്. അത് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.